സന്നിധിയിൽ ആയിരിക്കുവാനുള്ള ഭാഗ്യം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചോർത്ത് നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ കർത്താവ് തന്റെ കൃപയാൽ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഇന്ന് പ്രധാനം നാം ദൈവാലയത്തിൽ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വളരെ പേര് കേട്ട പ്രസിദ്ധമായ വയലായ ഒരു പാട്ട് ഈ 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ ഭാഷകളിൽ നാം കേട്ടുവരികയാണ്. ഇന്ന് പ്രധാനം ആ പാട്ട് നമ്മൾ കേൾക്കുന്നു. അതിന്റെ വചനം എങ്ങനെയാണ് അതിന്റെ ആഴത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം നാം വിശദീകരിച്ച് ഈ സമയം ചിന്തിക്കുവാൻ പോവുകയാണ്. ജീസസ് എന്റേത് കവർന്നു, കർത്താവായ യേശു കവർന്നഹൂം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവേശിച്ചു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മഹാനഗരമായ നിനവേ എന്ന പട്ടണത്തിന്റെ വരുവാൻ പോകുന്ന ദൈവിക ന്യായവിധിയുടെ അനന്തരമുണ്ടാകുന്ന നാശത്തെ കുറിച്ച് പ്രവചിച്ച പ്രവാചകനായ നഹൂം എന്ന പ്രവാചകന്റെ താഴ്വര എന്നാണ് യഹൂദ ചരിത്രത്തിൽ ഈ കാര്യം അറിയപ്പെടുന്നത്. കഫർനഹൂം എന്ന സ്ഥലം നഹൂമിന്റെ താഴ്വര എന്ന പേരിലാണ് പരക്കെ അറിയപ്പെടുന്നത്. ഈ നഹൂം പ്രവാചകനായിരുന്നു. നിനവേ നശിക്കപ്പെടും, ദൈവത്തിന്റെ ന്യായവിധി നിനവേ പട്ടണത്തിന്റെ മേൽ വരുമെന്ന് വിളംബരം ചെയ്ത പ്രവാചകനായ നഹൂം പ്രവാചകന്റെ പട്ടണം താഴ്വര എന്നറിയപ്പെടുമ്പോൾ ഉദ്യാനം, തോട്ടം, ആനന്ദം, ഫലസമൃദ്ധി എന്നിങ്ങനെ ഈ കഫർനഹൂം എന്ന വാക്കിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ച സ്ഥലം, ജനിച്ചതിന് ശേഷം തന്നെ തന്റെ മാതാപിതാക്കൾ കിടത്തി സംരക്ഷിച്ച സ്ഥലം എന്നിവയെ കുറിച്ചെല്ലാം നമുക്ക് ബൈബിളിൽ ചെറിയ ചെറിയ സൂചനകൾ ഉണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ആഗ്രഹിച്ചതും ഏറ്റവും കൂടുതൽ പോയതുമായ ചരിത്രത്തിലെ ഒരു സ്ഥലമാണ് കഫർനഹൂം എന്ന സ്ഥലം എന്നുള്ള കാര്യം നാം മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ വേദ പുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 16 ഭാഗങ്ങളിൽ 16 പ്രാവശ്യം കഫർനഹൂം എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 5 പ്രാവശ്യം സുവിശേഷങ്ങളിലും 11 പ്രാവശ്യം അതിനുശേഷം നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികളുടെ ബന്ധത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ നമ്മളത് കാണുമ്പോൾ അതിന്റെ പിന്നിൽ നമുക്കൊരു കാര്യം അറിയുവാൻ കഴിയണം. ഒരു സെഞ്ചൂറിയൻ, ഒരു ശതാധിപനുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ കഫർനഹൂമിനെ യേശു ക്രിസ്തു കഴിഞ്ഞാൽ കൂടുതലായി കണ്ട് നമ്മൾ വായിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു കഫർനഹൂം എന്ന പട്ടണത്തിൽ
ഗ്രാമത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ഈ കപർന്നൂമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്ഥലമാണ്, താമസ സ്ഥലമായി യേശു പലപ്പോഴും തിരഞ്ഞെടുത്ത സ്ഥലമാണ്, നല്ല സാക്ഷ്യം യേശുവിനെ കുറിച്ച് പ്രസ്താവിച്ച സ്ഥലമാണ്, അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ ഒരു സ്ഥലമാണ്, ഒരു കസ്റ്റം സ്റ്റേഷൻ ചുങ്കത്തിന്റെ ആ ഒരു കാര്യാലോചന കേന്ദ്രമായി ഈ സ്ഥലം പ്രകൃതികേട്ടതായി കാണുവാൻ സാധിക്കുന്നു. യാക്കോബ് എന്ന ഗോത്രപിതാവിന്റെ മൂന്നാമത്തെ മകനായ നഫ്താലിയും ആറാമത്തെ മകനായ സെബൂലൂന്റെയും പട്ടണമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദന്മാരുടെ മനോഹരമായ വിലയേറിയ ഒരു സിനഗോഗ് പള്ളി ആ സ്ഥലത്തുണ്ടായിരുന്നു. റോമൻ പട്ടാളത്തിന്റെ ഒരു മിലിറ്ററി ക്യാമ്പ് ആ സ്ഥലത്തുണ്ടായിരുന്നു. അത് സൗഖ്യസങ്കേത സ്ഥലമായിരുന്നു, വലിയ വിശ്വാസത്തിന്റെ സ്ഥലമായിരുന്നു, ശതാധിപന്റെ സ്ഥലമായിരുന്നു, സ്വർഗം ഇറങ്ങി വന്ന സ്ഥലമാണ്. ഇങ്ങനെയെല്ലാം ഈ സ്ഥലത്തെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പ്രകാരം ആ സ്ഥലവുമായുള്ള ബന്ധത്തില് നമ്മൾ ചില കാര്യങ്ങള് ദൈവസന്നിധിയിൽ ചിന്തിക്കുവാൻ പോവുകയാണ്. വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ പട്ടണത്തിൽ യേശു കാലുകുത്തി. യേശു എന്തിനാണ് ആ പട്ടണത്തിൽ കാലുകുത്തിയത് എന്ന് നമുക്ക് അറിയത്തില്ല. ആ പട്ടണത്തിൽ കാലുകുത്തിയപ്പോൾ ഒരു ശതാധിപൻ 100 സൈന്യത്തെ നിയന്ത്രിച്ച് നയിക്കുന്ന ഒരു റോമൻ പട്ടാള മേധാവി, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ ശതാധിപൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ശതാധിപൻ തന്റെ ദാസന്മാരെ വഴിയിൽ വെച്ച് യേശുവിനെ എതിരേൽക്കുവാനായി പറഞ്ഞയച്ചു. ആ പട്ടാളക്കാര് ദാസന്മാര് യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, തുടർന്ന് ആ സംഭവങ്ങള് അവിടെ അരങ്ങേറുകയാണ്. അപ്പോൾ യേശുക്രിസ്തു കഫർന്നവൂം എന്ന പട്ടണത്തിൽ ചെന്നത് അവിടത്തെ മിലിറ്ററി ക്യാമ്പിൽ അതിന്റെ ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഈ പട്ടാള മേധാവിയുടെ താൽക്കാലിക താമസ സ്ഥലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ സ്ഥലത്തേക്ക് ചെന്നത്. ആ സ്ഥലത്തേക്ക് ചെന്ന് യേശുക്രിസ്തു മുന്നോട്ട് ഏതാനും സ്റ്റെപ്പുകൾ വെച്ച സമയത്ത് ഈ ശതാധിപൻ നേരിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് യേശുവിനോട് പറയുന്ന ഏതാനും വാക്കുകളെ ബേസ് ചെയ്താണ് വൈറലായ ഒരു പാട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ആ ശതാധിപൻ നേരിട്ട് യേശുവിന്റെ അടുക്കൽ ചെന്ന് യേശുവിനോട് പറയുകയാണ്, ഞാൻ അധികാരത്തിന്റെ കീഴിലുള്ള ഒരു മനുഷ്യനാണ്, എന്റെ പിന്നിൽ അനേകം പടയാളികൾ അഥവാ 100 പേരുണ്ട്. ഒരു പട്ടാളക്കാരനോട് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, മറ്റൊരു പട്ടാളക്കാരനോട് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരു പട്ടാളക്കാരനോട് നീ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു. എന്റെ അധികാരം, എന്റെ ശക്തി, എന്റെ സ്വാധീനം ഇത്ര വലുതാണ് എങ്കിലും നിന്റെ കാല് കുത്തുവാൻ എന്റെ വീടിന് യോഗ്യതയില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ലോകത്തിലെ എത്ര വലിയ മഹാമനുഷ്യനാണെങ്കിലും ആ മനുഷ്യന്റെ വീട് യേശുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം യോഗ്യമല്ല എങ്കിൽ യേശുവിനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാകും. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് ഞാനൊന്ന് പറയാം. താൻ വലിയ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനാണ്, എല്ലാ പശ്ചാത്തലങ്ങളും തനിക്കുണ്ട്. പക്ഷേ തന്റെ വീട് ഒട്ടും മോശമല്ല, ഒരു കൊട്ടാര തുല്യമായ വീടാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, നീ കയറി വരുവാൻ എന്റെ വീടിന് യോഗ്യതയില്ല. ഇദ്ദേഹം ഒരു റോമ പട്ടാളക്കാരനാണ്.
ഇദ്ദേഹത്തിന് യേശു ക്രിസ്തു വിശ്വാസമില്ല. ഇദ്ദേഹം ബഹുദൈവ വിശ്വാസ ആരാധന അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. പ്രിയ ദൈവമക്കളെ, ഈ മനുഷ്യന്റെ വീട്ടിനകത്തേക്ക് കയറുന്നാൽ വീടിന്റെ വലത്തും ഇടത്തും മുന്നിലും പുറകിലും, ചുരുക്കം പറയട്ടെ, അതിന്റെ മച്ചിൽ പോലും റോമൻ ദേവന്മാരുടെ പടങ്ങൾ കൊണ്ട്, ഫോട്ടോസ് കൊണ്ട് ആ വീട് നിറച്ചു വച്ചിരിക്കുമ്പോൾ ഏകസത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഏകസത്യ ദൈവമായ നസ്രയനായ യേശു ആ വീട്ടിലേക്ക് കയറുവാൻ യോഗ്യതയില്ല എന്ന് ഈ പട്ടാളക്കാരൻ പറഞ്ഞതിന്റെ പിന്നിലെ കാരണം തന്റെ വീട് അനേക ദേവന്മാരാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, തന്റെ വീടിന്റെ മോശം കൊണ്ടല്ല, തന്റെ വീടിന്റെ കാഴ്ച കൊണ്ടല്ല, തന്റെ വീടിന്റെ പോരായ്മ കൊണ്ടല്ല, തന്റെ വീട്ടിലെ വികൃതികൾ, പോരായ്മകൾ, ആവശ്യമില്ലാത്ത അലങ്കാരങ്ങൾ, രൂപങ്ങൾ, ഫോട്ടോസുകൾ, ആരാധന ദീപങ്ങൾ, ഇവയെല്ലാം തന്റെ വീടിനെ നിറച്ചിരിക്കാൻ ഇതിനോട് ഒരു രീതിയിലും പൊരുത്തമോ താല്പര്യമോ യോജിപ്പോ അനുകൂലമോ അനുകമ്പയോ ഇല്ലാത്ത ഏകസത്യ ദൈവമായ നസ്രയനായ യേശുവിനെ ആ വീട്ടിലേക്ക് പ്രവേശിപ്പാൻ തനിക്ക് ആഗ്രഹമില്ല. കാരണം അങ്ങനെയുള്ള യേശു തന്റെ പുരയ്ക്കകത്തേക്ക് വരുവാൻ ഞാൻ പോരാട്ടോ. ദൈവമക്കളെ, നമ്മള് ഈ ഭാഗം വായിക്കുമ്പോൾ മലയാളത്തിൽ പുല്ലും മേഞ്ഞ പുര എന്ന് കാണാൻ സാധിക്കുന്നു. പാട്ടുകാരൻ എഴുതിയതും പാട്ടുകാരൻ പാടുന്നതും നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാട്ടം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ സാധാരണ ഭാഷയിലാണ് ആ ഒരു ശൈലി നമ്മൾ കണ്ടുവരുന്നത്. തന്റെ വീട് ഒരു കൊട്ടാര തുല്യമാണ്. സാധാരണ ഒരു ഓലപ്പുരയോ ഷീറ്റുമേഞ്ഞ പുരയോ പുല്ലുമേഞ്ഞ പുരയോ അല്ല. എന്നാൽ കർത്താവായ യേശു എന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവമായ മിശിഹ താമസിച്ച് ജീവിച്ച് അവിടെ നിറഞ്ഞു വന്ന സ്ഥലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ റോമൻ പട്ടാള മേധാവിയായ തന്റെ ആ നാട്ടിലുള്ള ഒരു പാലസ് എന്ന് പറയുന്നത് യേശു താമസിക്കുന്ന സ്ഥലവുമായി സാദൃശ്യപ്പെട്ട് നോക്കുമ്പോൾ അതൊരു പുര മാത്രമാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ചെല്ലുന്ന സ്ഥലം, നമ്മൾ പോകുന്ന സ്ഥലം, നമ്മൾ എത്തുന്ന സ്ഥലം, നമ്മൾ നിത്യമായി വസിക്കുന്ന സ്ഥലം, പ്രിയ ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത് എത്ര ഭയങ്കരമാണ്. 21, 22 അധ്യായങ്ങളിൽ പ്രിയ ദൈവമക്കളെ, സകലവിധ വില കൂടിയ കല്ലുകൾ, രത്നക്കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഭവനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതവാസവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് എത്രയോ വലുതാണ്, എത്രയോ മനോഹരമാണ്, എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ള കാര്യം പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ നമ്മൾ മറന്നു പോകരുത്. എന്റെ വീടിന്റെ അലങ്കോലം, എന്റെ വീടിന്റെ പ്രാകൃതമായ അലങ്കാരം, എന്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിഗ്രഹങ്ങള്, പ്രതിമകള്, പടങ്ങള്, ഇവയെല്ലാം എന്റെ ജാതീയ വിശ്വാസ സംസ്കാരത്തിന് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുവെങ്കിൽ ഇതിനോട് ഒരനുകൂലവുമില്ലാത്ത അങ്ങയെ സംബന്ധിച്ച് അങ്ങന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് എനിക്ക് പോരായ്മയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് വെക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. നാം താമസിക്കുന്ന
ഈ ഭൂമിയിലെ വീട് എത്ര വിലയേറിയതാണെങ്കിൽ പോലും ആ വീട്ടിൽ യേശുവിനെ നമ്മൾ അവരോധിച്ചാൽ, യേശുവിനെ നമ്മൾ പ്രതിഷ്ഠിച്ചാൽ ആ വീടിന് നല്ല വ്യതിയാനം ഉണ്ടാകണം, വ്യത്യാസം ഉണ്ടാകണം, മാറ്റം ഉണ്ടാകണം, രൂപാന്തരം ഉണ്ടാകണം. യേശുവിനെ പ്രതിഷ്ഠിക്കുന്ന വീടിന് അതിൻ്റെതായ യോഗ്യതകൾ ഉണ്ടാകണമെന്ന് ഈ ശതാധിപന്റെ വാക്കിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ശതാധിപൻ വഴിയിൽ വെച്ച് യേശുവിനോട് പറയാണ്, യു ജസ്റ്റ് സേ ദ വേർഡ്. നീ ഒരു വാക്ക് ഈ വഴിയിൽ നിന്ന് കൽപ്പിച്ചാൽ then my servant will heal. നീ ഈ വഴിയിൽ നിന്ന് ഒരു വാക്ക് കൽപ്പിക്കുന്ന മാത്രയിൽ എന്റെ ബാല്യക്കാരൻ സുഖം പ്രാപിക്കും. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, യേശുവിന്റെ ഒരു വാക്കിന്റെ വില, യേശുവിന്റെ ഒരു വാക്കിന്റെ പ്രാധാന്യം, യേശുവിന്റെ ഒരു വാക്കിന്റെ ഗാംഭീര്യം, അതിന്റെ ശക്തി ഒരു ജാതീയ മതവിശ്വാസിയായ റോമൻ പട്ടാള മേധാവിക്ക് മനസ്സിലായി എങ്കിൽ, പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ക്രൈസ്തവർക്ക് യേശുവിന്റെ ഒരു വാക്ക് അതിന്റെ വില മനസ്സിലാകാൻ പ്രയാസമാണ് എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ രോഗം മാറും, ദുഃഖം മാറും, ക്ഷീണം മാറും, ഭാരം മാറും, പ്രയാസം മാറും, വിഷമം മാറും, എല്ലാ വ്യാധികളും മാറിപ്പോകും. യേശുവിന്റെ ഒരു വാക്ക് അത്രയും ഭയങ്കരമാണ്. ഏത് പ്രതികൂല പ്രയാസ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുവാൻ യേശുവിന്റെ ഒറ്റ വാക്കിന് കഴിയും. അതുകൊണ്ടാണ് ശതാധിപൻ പറയുന്നത്, യു ജസ്റ്റ് സേ ദ വേർഡ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, മരണാസന്നനായി എന്റെ വീട്ടിൽ കിടക്കയിൽ കിടക്കുന്ന എന്റെ ബാല്യക്കാരൻ ആ നിമിഷത്തിൽ അവിടെ നിന്ന് സൗഖ്യമുള്ളവരായി എഴുന്നേറ്റ് വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലെ മാനുഷികമായ ഏത് മെഡിക്കൽ വിദഗ്ധന്മാര് ചെയ്യുന്നതിനേക്കാൾ ഉപരി എന്റെ കർത്താവിന് കഴിയും. ഒരു വാക്കുകൊണ്ട് ഒരു രോഗിയെ കൽപ്പിക്കുവാൻ ഒരു ഡോക്ടർമാർക്കും ഇന്നിവർ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ പറയട്ടെ, ഒരു മെഡിസിൻ ചെയ്യാതെ, ഒരു രോഗമുള്ള ചീട്ടുമല്ലാതെ ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ മരണാസന്നനായ മരണക്കിടക്കയിൽ കിടന്ന റോമൻ പട്ടാള മേധാവിയുടെ ബാല്യക്കാരൻ എഴുന്നേറ്റുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശു അവൻ സാധാരണക്കാരനല്ല, അവൻ അസാധാരണക്കാരനാണ്, അവൻ വലിയവനാണ്, അവൻ ശക്തനാണ്, അവൻ ഉന്നതനാണ്, അവൻ ശ്രേഷ്ഠനാണ്. അവന്റെ വാക്കിന് മുൻപിൽ ഏത് രോഗിയും സൗഖ്യമാകുമെങ്കിൽ, പ്രിയ ദൈവമക്കളെ, 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ എഴുന്നേൽക്കാതെ തളർവാദ രോഗിയായി ഒരാൾ കിടക്കുകയാണ്. ഒരു വാക്കെന്റെ യേശു കൽപ്പിച്ചപ്പോൾ, ആമേൻ, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്നയോളം എഴുന്നേൽക്കാത്തവൻ എഴുന്നേറ്റുമെങ്കിൽ എന്റെ യേശുവിന്റെ ഒരു വാക്കിന്റെ വില എന്താണ്? 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയതോ കർത്താവ് എന്ന് തന്റെ സഹോദരിമാർ തന്റെ ഏക സഹോദരന്റെ കല്ലറയുടെ സമീപത്ത് നിന്ന് പറഞ്ഞപ്പോൾ എന്റെ കർത്താവ് ലാസറേ പുറത്തു വരിക എന്ന ഒറ്റ വാക്കിന് മുൻപിൽ 4 ദിവസമായി ശവക്കുഴിയിൽ ചീഞ്ഞഴിയിട്ടുള്ള ലാസർ പുറത്തു വരുന്നുവെങ്കിൽ, യു ജസ്റ്റ് സേ ദ വേർഡ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, എന്റെ രോഗമാണ് കർത്താവേ, എന്റെ ദുഃഖമാണ് കർത്താവേ, എന്റെ ഭാരമാണ് കർത്താവേ, എന്റെ വേദനമാണ് കർത്താവേ, എന്റെ വിഷമമാണ് കർത്താവേ, എന്റെ മരണ ഭീതി പോലും വഴിമാറിപ്പോകും. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു എത്ര വലിയവനാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. കർത്താവിന്റെ ഒരു വാക്ക് എത്ര വലുതാണ്.
താൻ സദാനന്ദന്റെ ബാല്യക്കാരനെ എങ്ങനെയാണ് സുഖം പ്രാപിക്കുവാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യം നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ജനങ്ങൾക്ക് തന്റെ വചനമൊക്കെ പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർനഹൂമിൽ ചെന്നു. അവിടെ ഒരു സദാനന്ദന്റെ പ്രിയപ്പെട്ട ദാസൻ രോഗം ബാധിച്ച് മരിക്കാറായിരുന്നു. അവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് അവൻ വന്നു തന്റെ ദാസനെ സൗഖ്യമാക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കുവാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. കാരണം എന്താണെന്നറിയാമോ? യേശു യഹൂദനാണ്. ആ യഹൂദനായ യേശുവിന്റെ അടുക്കലേക്ക് റോമൻ ജാതീയ ആചാരാനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്ന ഈ സദാധിപന് ഒരു മനസ്സുകേടുണ്ട്, ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് യഹൂദ മൂപ്പന്മാരെ യേശുവിന്റെ അടുക്കലേക്ക് അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യത്തോടെ അപേക്ഷിച്ചു. മനസ്സില്ലാതെയല്ല, ഉന്മേഷമില്ലാതെയല്ല, ഉത്സാഹത്തോടെ അത്യുത്സാഹത്തോടെ താല്പര്യത്തോടെ അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാകുന്നു. അവൻ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമകളെ, നമ്മുടെ വീട് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിലെ നമ്മുടെ വാസം എങ്ങനെയായിരിക്കണം? പ്രിയ ദൈവമകളെ, എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ, നിന്നെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ എന്റെ വീട് ഇപ്പോൾ സജ്ജമല്ല, ഇപ്പോൾ ഒരുക്കമല്ല, ഇപ്പോൾ അതിനുള്ള ഒരു ക്രമീകരണമില്ല. എന്നാൽ നീ എന്റെ വീടിന് പുറത്ത് വരുന്ന വഴിയിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു കൂട്ടമാക്കാൻ ശുപാർശ പറയുകയാണ്, കർത്താവേ, നീ അപേക്ഷ കേട്ട് അവൻ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാണ്. അവൻ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സഹായിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാലാഖമാർ, പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി സഹായം ദൈവസന്നിധിയിൽ എത്തിക്കുന്നവരാണ്. നമുക്കറിയാമല്ലോ, പലപ്പോഴും ദൈവജനത്തിന് ദൈവത്തിന്റെ സന്ദേശവുമായി വന്ന് അവർക്ക് ആശ്വാസ കാര്യങ്ങൾ പറയുന്ന ഗബ്രിയേൽ മാലാഖയെ നമ്മൾ കാണുകയാണ്. പ്രിയ ദൈവമക്കളെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എണ്ണിയാൽ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത മാലാഖമാര് നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായി നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ടാണ് നാം പട്ടുപോകാതിരിക്കുന്നത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, എന്ന നിലയിൽ ഇവരും വന്ന് അപേക്ഷ നടത്തിയാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിന്റെ അധ്യാപത്യം, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും നിർമ്മിച്ചു തന്നിരിക്കുന്നു. കേട്ടോ, യഹൂദനല്ല, റോമക്കാരനാണ്. യേശു ക്രിസ്തു വിശ്വസിക്കുന്നയാളല്ല, റോമൻ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നയാളാണ്. പക്ഷേ ഈ ജനങ്ങൾ പറയാണ്, ഞങ്ങൾക്കൊരു സിനഗോഗ് അവൻ പണിത് തന്നിട്ടുണ്ട്. ആമേൻ. യേശു അവരോടുകൂടെ പോയി വീടിനോട് അടുക്കാറായപ്പോൾ സദാനന്ദൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. പറയിച്ചത്, കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ വീട്ടിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് നിന്റെ അടുത്തേക്ക് വരുവാൻ ഞാൻ യോഗ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രിയ ദൈവമക്കളെ, രണ്ട് കാര്യം ഓർക്കണം. എന്റെ വീട് നിന്നെ ആനയിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളതല്ല. രണ്ടാമത്, എന്റെ വിശ്വാസ ജീവിത ആചാര അനുഷ്ഠാന ഉദ്യോഗ കാര്യങ്ങളിൽ നിന്റെ അടുക്കിലേക്ക് വന്ന് നിന്നെ വൈശ്വര്യമുള്ള വ്യക്തിപരമായ ഒരു യോഗ്യതയിൽ എനിക്കില്ല. നമുക്കറിയാം, രാത്രി മുഴുവൻ അധ്വാനിച്ചു പത്രോസും കൂട്ടുകാരൻ. യേശു വന്ന് ആഴത്തിലേക്ക് വലയിറക്കുവാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞ മറുപടി, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾ ഒന്നും കിട്ടി, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. പ്രിയ ദൈവമക്കളെ,
യേശുവിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ ഒറ്റ വാക്ക് ആഴത്തിലേക്ക് വല ഇറക്കുന്നു. ആ ഒറ്റ വാക്കിന് മുന്നിൽ പത്രോസിനും കൂട്ടുകാർക്കും വലിച്ചു കയറ്റുവാൻ കഴിയാത്ത രീതിയിൽ മീൻ കൂട്ടം. പ്രിയ വാത്സല്യമാണ് ദൈവമക്കളെ, ഇത് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. 5:8 ശിമിയോൻ പത്രോസ് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടു പോകണമേ. യേശുവിന്റെ വലിപ്പം, അവന്റെ മാഹാത്മ്യം, അവന്റെ ഔന്നത്യം, അതിന്റെ മുന്നിൽ പത്രോസ് ഒന്നുമല്ലാതെ അവന്റെ കാൽക്കൽ വീണ് അവന്റെ കാല് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യനാകിയാൽ എന്നെ വിട്ടു പോകണമേ. ഈശ്വരാധിപൻ യേശുവിനെ വീട്ടിൽ കയറ്റുവാൻ തന്റെ വീടിന് യോഗ്യതയില്ല. രണ്ടാമത് യേശുവിന്റെ അടുക്കിലേക്ക് ചെന്ന് യേശുവിനോട് പറയുവാനും തനിക്ക് യോഗ്യതയില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പോരായ്മ മനസ്സിലാക്കാതെ ദൈവത്തോട് ഇടപെടുന്നത്, നമ്മുടെ കുറവുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം യേശുവിനെ നമ്മൾ ഫേസ് ചെയ്യുവാൻ. നമ്മൾ തികഞ്ഞവരാണ്, സമ്പൂർണ്ണരാണ് എന്നുള്ള അറിവോടെ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുന്നു. നമ്മൾ കുറവുള്ളവരാണ്, പോരായ്മയുള്ളവരാണ്. കർത്താവായ യേശുവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്നുള്ള അവസ്ഥയിൽ അവന്റെ അടുക്കലേക്ക് ചെന്നാൽ അവൻ നമ്മളെ പരിപൂർണമായി ലാളിക്കും, പരിപൂർണമായി സ്നേഹിക്കും, പരിപൂർണമായി നമ്മളെ പരിഗണിക്കും, പരിപൂർണമായി നമ്മളെ ഉദ്ധരിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പത്രോസിന്റെ അനുഭവം നമ്മൾ കണ്ടു, ഈശ്വരാധിപന്റെ അനുഭവവും നമ്മൾ കണ്ടു. അങ്ങനെ ശതാധിപന്റെ ബാല്യക്കാരൻ രോഗിയായി കിടന്നു. ഒരു വാക്ക് അന്ന് കൽപ്പിച്ചാൽ എന്റെ ദാസന് സൗഖ്യം വരും, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുണ്ട്, ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു ഇത് കേട്ടിട്ട് നമ്മെ കുറിച്ച് ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി തന്നെ അനുഗമിക്കുന്ന ജനത്തോട്, ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. പ്രിയ ദൈവമക്കൾ, ഞാൻ വലിയ മഹാനാണ്, എനിക്ക് എല്ലാ സ്വാധീനതകളും ഉണ്ട്. പക്ഷേ അങ്ങുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല കർത്താവേ, എന്റെ വീട് അങ്ങയുടെ കാൽ സ്പർശനമേൽക്കുവാൻ പോരാത്തവയാണ്. അങ്ങയെ മുഖാമുഖമായി കണ്ട് എന്റെ ആവശ്യങ്ങൾ അങ്ങയോട് പറയുവാൻ വ്യക്തിപരമായി എനിക്ക് പോരായ്മയുണ്ട്. അതുകൊണ്ട് ഇത് രണ്ട് കാര്യവും നീ പരിഗണിച്ച് ഈ ദാസന്മാരുടെ അപേക്ഷ കേട്ട് നീ ആ വഴിയിൽ നിന്ന് ഞാനില്ലാതെ എന്നെ കൂടാതെ ഒരു വാക്ക് മരണാസനായി കിടക്കുന്ന എന്റെ ബാല്യക്കാരന് വേണ്ടി പറഞ്ഞാൽ മതി. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. 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 എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നയിപ്പാനോ ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നയിപ്പാനോ ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. ഒരു
ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോരാടുമില്ലേ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ ഒരു വാക്കു മതി എനിക്കത് മതിയേ 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 നിലവിലുള്ള നാശത്തെ കുറിച്ച് പ്രവചിച്ച പ്രവാചകനായ നഹൂം പ്രവാചകന്റെ താഴ്വരയിലേക്കും യേശുവിന്റെ ഒരു വാക്ക് കടന്നു ചെന്നപ്പോൾ റോമൻ ശതാധിപന്റെ ബാല്യക്കാരൻ മരണക്കിടക്കയിൽ നിന്ന് സുഖം പ്രാപിച്ചതുപോലെ പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ നമ്മുടെ ആവശ്യവേളകളിൽ യേശുവിന്റെ ഒരു വാക്ക് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അതുകൊണ്ട് നാം ആഗ്രഹിക്കേണ്ടത് എന്റെ പ്രയാസം വർദ്ധിച്ചിരിക്കുന്ന ഈ നിമിഷത്തിൽ കർത്താവേ അങ്ങയുടെ ഒരു വാക്ക് ഒറ്റ വാക്ക് എന്റെ ജീവിതത്തിലെ എല്ലാ തീരാത്ത പ്രശ്നങ്ങളെയും പരിഹരിക്കും. അതിനായി അങ്ങയുടെ വാക്കിനെ ഞാൻ ആകാംക്ഷയോടെ കാത്ത് അങ്ങയുടെ തിരുസന്നിധിയിൽ ഇരിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആരും ഈ ഭൂമിയിലില്ലേ യേശുവിനെ പോറ്റട്ടെ വേറാരുമില്ലേ എനിക്ക് ആരും ഈ ഭൂമിയിലില്ലേ യേശുവിനെ പോറ്റട്ടെ വേറാരുമില്ലേ എന്തിനാസുകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ നീ പറഞ്ഞാൽ പാപം മാറും നീ പറഞ്ഞാൽ ശാപം മാറും നീ പറഞ്ഞാൽ പാപം മാറും നീ പറഞ്ഞാൽ ശാപം മാറും യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ ഒരു വാക്കു മതി എനിക്കത് മതിയേ 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 എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ് എന്റെ കൂടുതലിപ്പായോ ഞാൻ പോരാത്തവനാണ് എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്